കേൾക്കാമോ? Um, Acceptance is to offer what a lighted match to a train of gunpowder. It produces something which cannot be recalled or undone. But the powder may have taint till it has become damp, or the man who has lain the train may remove it before the match is applied. Explain with illustration the principle sought to be expressed in the above passage. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. ഇല്ല. അക്സെപ്റ്റൻസ്, ഓഫർ, ഓഫറർ, ഓഫറി, അക്സെപ്റ്റൻസ് അല്ലേ? അതെ. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ടു ഓഫർ വാട്ട് ഈസ് ലൈറ്റഡ് മാച്ച് ടു ദ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. ഗൺ പൗഡറുകൾ നിറച്ചിരിക്കുന്ന ഒരു ട്രെയിനിൽ ഒരു ലൈറ്റഡ് മാച്ച് കത്തിക്കുന്നത് പോലെയാണ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ പിന്മാറാൻ പറ്റില്ല. ഇറ്റ് പ്രൊഡ്യൂസസ് സംതിങ് വിച്ച് കനോട്ട് ബി റീകോൾ ഓർ അൺഡു. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്മാറാൻ പറ്റില്ല. ബട്ട് ദ പൗഡർ മേ ഹാവ് ടൈൻ ടിൽ ഇറ്റ് ഹാസ് ബിക്കം ഡാംപ്. തീ കത്തുന്നതിന് മുമ്പേ പൗഡർ എന്ത് ചെയ്യാം? അവിടുന്ന് റിമൂവ് ചെയ്ത് കളയാം. ആൻഡ് ഡാംപ് ഓർ മാൻ ഹൂ സൗട്ട് ടു man who has lain the train may remove it before the match is applied. അപ്പോൾ ഗൺ പൗഡർ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഗൺ പൗഡർ കത്താത്ത സ്റ്റേജിലാകാം. എക്സ്പ്ലെയിൻ വിത്ത് ദ ഇല്ലസ്ട്രേഷൻ ദ പ്രിൻസിപ്പിൾ സൗട്ട് ടു എക്സ്പ്രസ് ദ എബോവ് പാസേജ്. ഈ മുകളിൽ പറഞ്ഞ പാസേജിന് എന്ത് ചെയ്യുക? ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താ നമ്മൾ പറഞ്ഞേ? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഓഫ് ഗൺ പൗഡറാണ്. ലൈറ്റഡ് മാച്ച് ദ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ. ഗൺ പൗഡറിൽ ട്രെയിൻ ഓഫ് ഗൺ പൗഡറിൽ എന്ത് ലൈറ്റ് ചെയ്ത പോലെയാണ്. അതുപോലെ അക്സെപ്റ്റ് ചെയ്താൽ അവിടെ പിന്നെന്ത് കോൺസിക്വൻസ് ഉണ്ടായാലും പഴയ നിലയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. പക്ഷേ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ നനഞ്ഞതാണെങ്കിൽ കത്താതിരിക്കാം. അല്ലെങ്കിൽ അവിടുന്ന് ലൈറ്റഡ് മാച്ച് എടുത്തുകൊണ്ട് പോയാൽ കത്താതിരിക്കാം. അവിടുന്ന് ഗൺ പൗഡർ തന്നെ റിമൂവ് ചെയ്താൽ അവിടുന്ന് കത്താതിരിക്കാം. ഇതിനെ ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? സെക്ഷൻ 2A മറന്നുപോയത്. 2A ഇന്ത്യൻ കോൺട്രാക്ട് ഡിഫൈൻസ് പ്രപ്പോസൽ. പ്രപ്പോസൽ എന്താണെന്ന് 2A പറയുന്നു. When one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of the other to such act or abstain is said to make a proposal. എന്തെങ്കിലും മനസ്സിലായോ? ഒരു കാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് മറ്റൊരാളെ, അതായത് വില്ലിങ്നെസ് അയാളെ അറിയിക്കുന്നത്. അങ്ങനല്ല. ഞാൻ വിളിക്കുകയാണ്, അഞ്ജുഷ മോളെ പഠിക്കാൻ വാ. അപ്പോൾ അഞ്ജുഷ മോളെ പഠിക്കാൻ വാ. അല്ലെങ്കിൽ പറയുന്നു ഇന്ന് ക്ലാസ്സില്ല. ഈ പറയുന്നത് വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ്, ഞാൻ പഠിപ്പിക്കാം എന്ന് പറയുന്നത് വില്ലിങ്നെസ്, ഓർ ടു ഡൂ ഹിസ് അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്, ഇന്ന് പഠിക്കണ്ട. ഒന്നുകിൽ ഒരു കാര്യം ചെയ്യണമെന്നും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുതെന്നും, വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈനിങ് ദ അസൻറ്റ്. അഞ്ജുഷയോട് പറയാണ് പഠിക്കാൻ വാ എന്ന് പറഞ്ഞാൽ അഞ്ജുഷയുടെ കൺസിഡറേഷൻ, അഞ്ജുഷയുടെ സമ്മതം ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ. അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പഠിപ്പിക്കാൻ പറ്റുക. അസെൻറ്റ് ടു ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റെയിൻ ഈസ് കോൾഡ് എ പ്രപ്പോസൽ. ഒരു കാര്യം ചെയ്യണമെന്നോ ഒരു കാര്യം ചെയ്യരുതെന്നോ ഒരാളുടെ വില്ലിങ്നെസ്സിന് വേണ്ടി നമ്മളൊരു ചോദിക്കുന്നതിനെയാണ് എന്താ പറയുന്നത്? പ്രപ്പോസൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. എവിടെയാ പറയുന്നത്? 2A, സെക്ഷൻ 2A. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 2A, പ്രപ്പോസൽ. ഫർദർ സെക്ഷൻ 2B ഡിഫൈൻസ് അക്സെപ്റ്റൻസ്.
സെക്ഷൻ 2B എന്ത് പറയുന്നു? അക്സെപ്റ്റൻസ് എന്ന് പറയുന്നു. When the person to whom the proposal is made signifies assent thereto, the proposal is said to be accepted. 5 നിമിഷം മോളെ പഠിക്കാൻ വാ എന്ന് പറഞ്ഞു. ശരി, എന്താ ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക, ഇത് കഴിഞ്ഞ ഉടനെ വരാം. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടി? അക്സെപ്റ്റൻസ് കിട്ടി. When the person to whom the proposal is made signifies assent കിട്ടി. അസന്റ് കിട്ടിയാൽ അതെന്തായി? അക്സെപ്റ്റൻസ്. മനസ്സിലായോ? അസന്റ് കിട്ടിയാൽ അക്സെപ്റ്റൻസ് ആയി. ദ പ്രപ്പോസൽ ഈസ് സെഡ് ടു ബി അക്സെപ്റ്റഡ്. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ പ്രപ്പോസലിന് ഒരു അസന്റ് കിട്ടി. അസന്റ് കിട്ടിയാൽ പ്രപ്പോസൽ അക്സെപ്റ്റൻസ് ആയി. പിടികിട്ടിയാ? ഓക്കെ. അടുത്തത് സെക്ഷൻ 7 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് in order to convert a proposal into a promise, the acceptance must be dash. 1 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എന്തായി? അക്സെപ്റ്റൻസ് എന്തായി? പ്രോമിസ് ആയി. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓഫർ എന്ത് ചെയ്തു? അസന്റ് കിട്ടി, അക്സെപ്റ്റൻസ് ആയി. അക്സെപ്റ്റൻസ് താഴെ പറയുന്ന 2 കണ്ടീഷൻ പാലിച്ചാൽ എന്തായി? പ്രോമിസായി. അത് എവിടെങ്കിലും ഇത് ചാർട്ട് വരയ്ക്കുന്ന പോലെ എഴുതി വെക്കണം. പ്രപ്പോസൽ ബുക്ക് എഴുതിയാൽ മതി. പ്രപ്പോസൽ എന്തായി? പ്രപ്പോസൽ നമ്മൾ കൊടുത്തു, പ്രപ്പോസലിന് അസന്റ് കിട്ടി. അസന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായി? പ്രോമിസ്. അക്സെപ്റ്റൻസ് ആയി. അസന്റ് കിട്ടിക്കഴിയുമ്പോൾ അക്സെപ്റ്റൻസ് ആവും. അക്സെപ്റ്റ് 2 കണ്ടീഷൻ പാലിച്ച എന്തായി? പ്രോമിസ് ആയി. ഇത് പോരുത്. എന്തെങ്കിലും ഇങ്ങനെ ഒരു പാരഗ്രാഫ് മൊത്തവും വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ടെക്നിക്കൽ ടേംസ് മനസ്സിലാക്കുക. പ്രപ്പോസൽ അസന്റിന് വേണ്ടി സമർപ്പിച്ചു, അസന്റ് കിട്ടി, അസന്റ് എന്തായി? അക്സെപ്റ്റൻസ് ആയി. അല്ലേ? അക്സെപ്റ്റൻസിൽ 2 കണ്ടീഷൻ പാലിച്ചാൽ അതെന്തായി? പ്രോമിസ്. ആ കണ്ടീഷൻ ഏതൊക്കെയാ? ബി അബ്സല്യൂട്ട് ഓർ അൺക്വാളിഫൈഡ്. അങ്ങനെ വരുന്ന അക്സെപ്റ്റൻസ് എന്തായിരിക്കണം? അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിമാൻഡുകളൊന്നും ആർക്ക് വെക്കാൻ പറ്റത്തില്ല? ഓഫറിക്ക് വെക്കാൻ പറ്റില്ല. ഓഫർ എന്ത് പറഞ്ഞു അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. be expressed in some usual and unreasonable manner unless the proposal prescribed manner in which it is accepted. അപ്പോൾ പ്രപ്പോസർ പറയുന്നു, ഉദാഹരണം PSC പരീക്ഷ നോട്ടിഫിക്കേഷൻ, എന്നിട്ട് അവർ പറയുന്നു LLB ഉണ്ടായിരിക്കണം, ഓൺലൈനിൽ അപേക്ഷിക്കണം. അപ്പോൾ LLB ഉള്ളവരും ഓൺലൈൻ അപേക്ഷിക്കുന്നവർക്കും മാത്രമേ ആ ഓഫർ എന്ത് ചെയ്യാൻ പറ്റൂ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്താണ്? എക്സ്പ്രഷൻഡ് ഈ സം യൂഷ്വൽ ഓണ്ട് റീസണബിൾ മാനർ. അപ്പോൾ ഇത് മുൻസിഫ് മജിസ്ട്രേറ്റിനെ വിളിക്കുന്നു, ഹൈക്കോടതി പറയുന്നു LLB ഉണ്ടായിരിക്കണം, ഓൺലൈനിൽ തന്നെ അപേക്ഷ അയക്കണം, അല്ലാതെ ആപ്ലിക്കേഷൻ അയച്ചാൽ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ LLBക്കാരായവർ ഓൺലൈനിൽ അപേക്ഷ അയച്ചാൽ മാത്രമേ മുൻസിഫ് മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതാൻ പറ്റൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അൺലെസ് എ പ്രപ്പോസൽ പ്രിസ്ക്രൈബ് മാനർ ഇൻ വിച്ച് ഇറ്റ് ബി അക്സെപ്റ്റഡ്. എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. LLB ഉണ്ടായിരിക്കണം, LLB ഇല്ലാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ LLBക്കാരനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ അപേക്ഷിച്ചിരിക്കണം. അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ പ്രകാരം തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ അപേക്ഷ എഴുതി വീട്ടിൽ കൊണ്ടുതരാം. If a proposal prescribes the manner in which it is to be accepted and the acceptance is not made in such a manner, the proposer may within reasonable time after acceptance communicated to him. അതിനകത്ത് വേറൊരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്രയാണ്? എത്ര ഡേറ്റ് മോളെ? 12 അല്ലേ? അതെ. 12/7/2023 നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ 12/8/2023 ക്ലോസ് ചെയ്യും. നമ്മൾ 13/8/2023 അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം 3 കണ്ടീഷൻ അവിടെ പറഞ്ഞു. ഒന്ന്,
എന്ത് മാനറിലാണോ പറഞ്ഞിരിക്കുന്നത് ആ മാനറിൽ അക്സെപ്റ്റ് ചെയ്യണം. 2, അവർ പറഞ്ഞേക്കുന്ന ടൈമിന് മുമ്പേ അക്സെപ്റ്റ് ചെയ്യണം. Him insist that the proposal shall accept in a prescribed manner and not otherwise, but we fail to do so acceptance he so he accept the acceptance. അപ്പോൾ എന്തു പറഞ്ഞു? പ്രപ്പോസർ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കണ്ടീഷനിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. പ്രപ്പോസൽ എന്തെങ്കിലും ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം തീരുന്നതിന് മുമ്പ് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എന്താകൂ? അക്സെപ്റ്റൻസ് ആകൂ. ഓക്കെ, സെക്ഷൻ 8 ഫർദർ പ്രൊവൈഡ്സ് ദാറ്റ് പെർഫോമൻസ് ഓഫ് ദി condition of proposal or acceptance may any consideration for the reciprocal promise which may offered with a proposal is an acceptance of proposal. എന്താണ് acceptance of proposal എന്ന് പറഞ്ഞാൽ? സെക്ഷൻ 8 പറയുന്നു, സെക്ഷൻ 8 ഫർദർ പ്രൊവൈഡ്സ് ദാറ്റ് പെർഫോമൻസ് ഓഫ് കണ്ടീഷൻ ഓഫ് പ്രപ്പോസൽ, ഒരു പ്രപ്പോസലിലെ കണ്ടീഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർ അക്സെപ്റ്റൻസ് ഓഫ് എനി കൺസിഡറേഷൻ ഫോർ എ റെസിപ്രോക്കൽ പ്രോമിസ്. ഇപ്പോൾ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊരു പ്രോമിസ് അങ്ങോട്ട് കൊടുക്കും, അപ്പോൾ അവരൊരു കണ്ടീഷൻ വെക്കുന്നു അക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനെ റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ടെങ്കിൽ വിച്ച് മേ ബി ഓഫേർഡ് വിത്ത് എ പ്രപ്പോസൽ ഇറ്റ് ഈസ് അക്സെപ്റ്റൻസ് ഓഫ് പ്രപ്പോസൽ. അപ്പോൾ ഇപ്പം പറയുന്നു, ഞാൻ എൻ്റെ വസ്തു എന്ന് പറയാൻ എൻ്റെ കൊല്ലത്തുള്ള വസ്തു അഞ്ജുഷയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് തന്നേക്കാം. അഞ്ജുഷയ്ക്ക് ആയതുകൊണ്ട് 5 ലക്ഷം തന്നേക്കാം, അതിന് 50 ലക്ഷം രൂപ കിട്ടുക. അപ്പോൾ അഞ്ജുഷ പറയുന്നു 4 ലക്ഷത്തിന് ഞാൻ വിളിക്കും. അപ്പോൾ എന്തു പറയുന്നു? റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ടെങ്കിൽ ഈസ് ആൻ അക്സെപ്റ്റൻസ് ഓഫ് പ്രൊപ്പോസൽ. അതും ഒരു അക്സെപ്റ്റൻസ്. അല്ലാതെ തിരിച്ചും പറയാം, അഞ്ജുഷയ്ക്ക് കൊല്ലത്ത് ജോലി കിട്ടി അഞ്ജലി, എനിക്ക് ഇടുക്കിയിൽ അഞ്ജുഷയുടെ നാട്ടിൽ ജോലി കിട്ടി. എനിക്കവിടെ 15 സെൻറ്റാണുള്ളത്, ആ 15 സെൻറ്റിന് 50 ലക്ഷം രൂപ. അഞ്ജുഷയ്ക്ക് ഇവിടെ കുറച്ച് ഭൂമിയുണ്ട്, അതിനും 50 ലക്ഷം രൂപ. ശരി, അഞ്ജുഷയുടെ ഭൂമി എനിക്കും എൻ്റെ ഭൂമി അഞ്ജുഷയ്ക്കും തന്നേക്കാം, പൈസ വേണം. അതും റെസിപ്രോക്കൽ പ്രോമിസാണ്. മനസ്സിലായോ? അടുത്തത്, in the words of a Sir William Anson, an acceptance is the proposal what a lighted master train of gunpowder. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നു. ആര് പറഞ്ഞു? സർ വില്യം ആൻസൺ പറഞ്ഞു. അയാളെ മറന്നു പോകരുത്, വില്യം ആൻസൺ ആണ് പറഞ്ഞത്. ആൻ അക്സെപ്റ്റൻസ് ഈസ് എ പ്രപ്പോസൽ വാട്ട് എ ലൈറ്റഡ് മാച്ച് ദ ട്രെയിൻ ഓഫ് gunpowder. ഇറ്റ് പ്രൊഡ്യൂസ് സംതിങ് വിച്ച് കനോട്ട് ബി റീകോൾഡ് ഓർ അൺഡൺ. അത് എന്തെങ്കിലും അങ്ങ് ഈ വെടിമരുന്നിന് തീ കൊളുത്തിക്കഴിഞ്ഞാൽ തീ ഇഞ്ഞെടുക്കാനും വെടിമരുന്ന് തിരിച്ചെടുക്കാനും പറ്റുക. ബട്ട് ദ പൗഡർ മേ ഹാവ് ലെയിൻ ടിൽ ഇറ്റ് ബിക്കം ഡാംപ് ആൻഡ് ഓർ മാൻ ഹൂ ലെയ്ഡ് ഓൺ ദ ട്രെയിൻ മേ റിമൂവ് ഇറ്റ് ബിഫോർ ഇറ്റ് ഈസ് അപ്ലൈഡ്. സോ ആ ട്രെയിനിലിരിക്കുന്ന ആൾ പൗഡർ എടുത്തുകൊണ്ട് പോകാം, ലാമ്പ് എടുത്തുകൊണ്ട് പോകാം, അങ്ങനെ ആയാലും സംഭവിക്കാം. സോ ആൻ ഓഫർ മേ ലാപ്സ് ഫോർ വാണ്ട് ഓഫ് അക്സെപ്റ്റൻസ്. ആ ഒരു ഓഫർ അങ്ങ് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫസ്റ്റ് സെമിസ്റ്റർ ചെന്നപ്പോഴേക്കും കാണാൻ കൊള്ളാമെന്നൊരു പെൺകുട്ടിയെ കണ്ടിട്ട് ഐ ലവ് യു എന്നങ്ങ് പറയും. അവൾ തിരിച്ചൊന്നും പറയുന്നു, ഓഫർ അങ്ങനെ കിടക്കുക. ആൻ ഓഫർ മേ ലാപ്സ്. അപ്പോൾ അയാൾ റീസണബിൾ ടൈം പ്രതീക്ഷിച്ചു, ആ സമയത്ത് പ്രതികരിച്ചില്ല, ഓഫർ പോയി. റിമൂവ് ബിഫോർ ഇറ്റ് ബട്ട് ദ പൗഡർ മേ ലൈൻ ഇറ്റ് ഈസ് സ്റ്റിൽ become damp and man who laid in the train may remove before it. So the offer may lapse for a vacant of want of acceptance or removed before acceptance. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എത്രയാണ്? 12/8/2023 മുമ്പ് അപേക്ഷിച്ചിരിക്കണം എന്ന് പറയുന്നു. നമ്മൾ 13/8/2023 അപേക്ഷിക്കാൻ തുടങ്ങി, സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ആപ്ലിക്കേഷൻ കയറുന്നില്ല, ഓഫർ ലാപ്സ്. മനസ്സിലായോ? Acceptance convert an offer into a promise and then it too late to be removed. അപ്പോൾ ഓഫർ പ്രപ്പോസൽ പ്രോമിസ് ആയാൽ അത് പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രപ്പോസൽ പ്രോമിസ് ആവണമെങ്കിൽ എന്ത് വേണം? പ്രപ്പോസൽ വേണം, അസൻറ്റ് വേണം. അസൻറ്റും പ്രപ്പോസലും ചേരുമ്പോൾ അക്സെപ്റ്റൻസ് ഉണ്ടാവും.
ആ അക്സെപ്റ്റൻസും രണ്ട് കണ്ടീഷനും പാലിച്ചാൽ, രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, ഏത് സമയത്തിന് മുമ്പേ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കണ്ടീഷൻ എല്ലാം പാലിച്ചാൽ അതെന്തായി, പ്രോമിസായി. ദസ് ആൻ ഓഫർ ഓൺസ് അക്സെപ്റ്റഡ് എക്സ്പോർട്സ് ഇൻ ടു എ കോൺട്രാക്ട്. അപ്പോൾ ഓഫർ പറയുന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്താൽ അതെന്തായി, കോൺട്രാക്റ്റായി. ഇൻ ടു എ കോൺട്രാക്ട് എക്സ്പോർട്സ്. അതിനുശേഷം പ്രോമിസ് ശരിയായി കഴിഞ്ഞാൽ അതെന്തായി, കോൺട്രാക്റ്റായി. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ പ്രപ്പോസൽ, അസന്റ്, അസന്റ് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ്, ടു കണ്ടീഷൻ പാലിച്ച പ്രോമിസ്, പ്രോമിസ് കൺവേർട്ടഡ് ഇൻ ടു കോൺട്രാക്ട്. ഈ ചാർട്ട്, ഫ്ലോ ചാർട്ട് പഠിച്ചിരിക്കണം. ആർക്കും പറഞ്ഞു കൊടുക്കരുത്, പറഞ്ഞു കൊടുക്കരുത്. എന്തിനാണെന്നറിയാമോ? ഒരു മാർക്കെങ്കിലും കൂടുതൽ കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവർ എഴുതുന്നതിനേക്കാളും നല്ല പെർഫെക്ഷനോട് കൂടി നമ്മൾ പരീക്ഷ എഴുതണം, എങ്കിലേ കിട്ടൂ. ഞാൻ LLBക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെങ്കിലും ഞാൻ പിടിച്ചു നിന്നത് ഇതുപോലുള്ള ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ കെമിസ്ട്രി ഡിഗ്രിക്കാരനായതുകൊണ്ട് ഏത് ലോ എഴുതുമ്പോഴും വലിച്ചുവാരി എഴുതാതെ ഇതുപോലെ ഇങ്ങനെ പ്ലസ് ഇട്ടും മൈനസ് ഇട്ടും ആരോ ഇട്ടും ഒക്കെ ആയിരുന്നു ഞാൻ എഴുതുന്ന പരീക്ഷ. കിട്ടിയോ? അടുത്തത്, there's an offer once accepted exposed into a contract. The offeree, when he signifies acceptance, is called acceptor. അപ്പോൾ ഓഫറി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ എന്തായി, അക്സെപ്റ്റർ എന്ന് പറയും. മനസ്സിലായോ? പോയോ? മനസ്സിലായി. അടുത്ത, വാലിഡ് അക്സെപ്റ്റൻസ് കംപ്രൈസസ് ദ ഫോളോയിങ് എസെൻഷ്യൽ. താഴെ പറയുന്ന എസെൻഷ്യൽസ് എത്ര ഉണ്ട്? ABCDE എന്ന് പറഞ്ഞാൽ 5 എണ്ണം. 5 എസെൻഷ്യൽ ഉണ്ടെങ്കിൽ എന്താണ് അത്? വാലിഡ് അക്സെപ്റ്റൻസ്. എന്ത് പറഞ്ഞേ? അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സം യൂഷ്വൽ ഓർ റീസണബിൾ മാനർ. അക്സെപ്റ്റൻസ് യൂഷ്വലും റീസണബിളുമായ മാനറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Assumption should be made before the offer removed or rejected or lapsed. അപ്പോൾ ലാപ്സിലൊന്നും കൂടി എഴുതി ചേർക്കും. അക്സെപ്റ്റ് ചെയ്യുന്നത് ഓഫർ വിഡ്രോ ചെയ്യുന്നതിന് മുമ്പെയോ ഓഫർ റിജക്റ്റ് ചെയ്യുന്നതിന് മുമ്പെയോ ഓഫർ ലാപ്സ് ചെയ്യുന്നതിന് മുമ്പേ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്താണ്? 12/8/2023 അപേക്ഷ ക്ലോസ് ചെയ്യും. നമ്മൾ 13/8/2023 അപേക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ലാപ്സായി. Acceptance should be absolute and unqualified and corresponds with the terms of the offer and accept. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞേ? അക്സെപ്റ്റൻസ് അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിമാൻഡുകളൊന്നും വെക്കാൻ പാടില്ല. കറസ്പോൺസ് ദ ടേം ഓഫ് ഓഫർ. ഓഫറിൻ്റെ ടേം എന്താണോ അതിനനുസരിച്ച് ചെയ്യണം. PSC ഒരു നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നു, LLBക്കാർ മാത്രം അപേക്ഷിച്ചാൽ മതി. അപ്പോൾ BComകാർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതാണ് നമ്മളെന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എൻ അബ്സല്യൂട്ട്, അൺക്വാളിഫൈഡ് ആൻഡ് കറസ്പോൺസ് ടു ദ ടേംസ് ഓഫ് ദ ഓഫർ. ഓഫറിൻ്റെ ടേം അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് ഈസ് ദസ് എക്സ്പ്രഷൻ ഓഫ് ഡാഷ്. അപ്പോൾ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൻ്റെ എക്സ്പ്രഷനാണ്. എന്താണ്? എഗ്രിമെൻറ്റ് ടു ദ ടേംസ് ഓഫ് ദ ഓഫർ ബൈ ഓഫറി. എഗ്രിമെൻറ്റ് ദ ടേംസ് ഓഫ് ഓഫർ ബൈ ഓഫറി. ഓഫറി എന്ന് പറഞ്ഞാൽ ആരാ? ആർക്കാണോ ഓഫർ കൊടുക്കുന്നത് അയാൾ. ആരാണോ ഓഫർ കൊടുത്തത് അയാൾ ഓഫർ. അപ്പോൾ ഓഫറിക്ക് കൊടുത്തേക്കുന്ന ടേംസ് ഓഫ് എഗ്രിമെൻറ്റ് പ്രകാരം എന്ത് വേണം? അക്സെപ്റ്റൻസ് വേണം. അടുത്തത്, ഇറ്റ് മേ ബി മെയ്ഡ് ഇൻ യൂഷ്വൽ ഓർ റീസണബിൾ മാനർ അൺലെസ് ദ ഓഫർ ഇറ്റ് സെൽഫ് പ്രിസ്ക്രൈബ്സ് എ മാനർ ഇൻ വിച്ച് ദ അക്സെപ്റ്റൻസ് ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ്. മുമ്പേ പറഞ്ഞതുപോലെ LLBക്കാർ അപേക്ഷിച്ചാൽ മതി. രണ്ടാമത്, പ്രാക്ടീസിങ് ലോയർ അപേക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ അനുസരിച്ച് തന്നെ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റൻസ് ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ്. ഇഫ് ദ ഓഫർ സേസ് പ്ലീസ് റൈറ്റ് റിപ്ലൈ ആൻഡ് റിപ്ലൈ ഈസ് സെൻഡ് ടു ദ പോസ്റ്റ്, ദെയർ ഈസ് നോ കംപ്ലൈൻറ്റ് വിത്ത് അൺലെസ് ദ ഓഫർ അക്സെപ്റ്റ് ഓഫ് സച്ച് ഇറ്റ്. അപ്പോൾ പറയുന്നത് എന്താണ്? പ്ലീസ് റൈറ്റ് റിപ്ലൈ. ഇപ്പം കൊടുക്കുന്ന എല്ലാ ഓഫറിലും അല്ലെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻ പറയുന്നത് ഓൺലൈനിൽ മാത്രം അപേക്ഷിക്കണം. ഇവിടെ പ്ലീസ് റൈറ്റ് റിപ്ലൈ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്താൽ അയാൾ എന്ത് ചെയ്യണം? റിപ്ലൈ അയച്ചിരിക്കണം. ആൻഡ് റിപ്ലൈ ഈസ് സെൻഡ് ബൈ പോസ്റ്റ്, ദെയർ ഈസ് നോ കംപ്ലൈൻറ്റ്സ് ഓഫർ അൺലെസ് ദ ഓഫർ അക്സെപ്റ്റൻസ് ഇറ്റ് സച്ച്. എഗെയിൻ വേർ ആൻ അക്സെപ്റ്റൻസ്
is to be indicated within a specified date. Later assumption will have no effect. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. സ്പെസിഫിക് ടൈം ഓഫറിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിന് മുമ്പേ അക്സെപ്റ്റ് ചെയ്യണം. നോ പർട്ടിക്കുലർ ഫോം ഓഫ് വേർഡ്സ് ഓർ മോഡ് ഓഫ് എക്സ്പ്രഷൻ ഈസ് റിക്വയർഡ് ഫോർ ആൻ അക്സെപ്റ്റൻസ്. ഈ ഓഫറർ വെച്ചിരിക്കുന്ന പർട്ടിക്കുലർ മോഡിലല്ലാതെ, പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷനിലല്ലാതെ, പർട്ടിക്കുലർ സമയത്തിന് മുമ്പേ അല്ലാതെ നോ പർട്ടിക്കുലർ ഫോം ഓഫ് വേർഡ്സ് ഓഫ് മോഡ് റിക്വയർഡ് ടു ബി അക്സെപ്റ്റൻസ്, മറ്റൊരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അടുത്തത്, an acceptance may be signified in the case of unilateral contract by performance is called for. അവിടെ എന്തോ പറഞ്ഞേക്കുന്നത്? An acceptance may be signified in case of a unilateral contract. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓഫർ വെച്ചേക്കുന്ന അതേ കോൺട്രാക്റ്റ് അംഗീകരിക്കലാണ്. അതിനാണ് നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വസ്തു വിൽക്കാൻ പോകും. നമ്മൾ 1,00,000 രൂപ ചോദിക്കും. അപ്പോൾ അയാൾ പറയുന്നു, പ്ലോട്ട് ചെറുതാണെന്ന് വെച്ചു, 1,00,000 രൂപ ചോദിച്ചു. അയാൾ പറയുന്നു 50, 1000 പറയുന്നു. ശരി, വേണ്ട കേട്ടോ, പോക്കോ എന്ന് പറഞ്ഞാൽ അത് തീർന്നു. പക്ഷേ ഈ 1,00,000 രൂപയ്ക്ക് അയാൾ സമ്മതിച്ച് അക്സെപ്റ്റ് ചെയ്താൽ അത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റാണ്. കാരണം മറ്റേ ആൾക്ക് ഓപ്ഷൻ ഇല്ല. ഈ പൈസ കൊടുക്കുന്ന ആൾക്ക് ഓപ്ഷൻ ഇല്ല. 1,00,000 തന്നാലേ തരൂ, ഇല്ല അവിടെ കടന്നോട്ടെ. അതാണ് നമ്മളിവിടെ പറഞ്ഞ യൂണിലാറ്ററൽ കോൺട്രാക്ട്. Acceptance may be signified in the case of a unilateral contract by performance of a act is called for. Where an acceptance had been communicated to offerer, offerer accepts communicate ചെയ്ത് കഴിഞ്ഞാൽ but not in the manner prescribed, the proposal may after a reasonable time insist that proposal be accepted in a prescribed manner and not otherwise. അപ്പോൾ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. കേരള ഹൈക്കോടതിയിൽ മുനിസിപ്പൽ എസ്റ്റേറ്റ് പരീക്ഷ വരുന്നു. 5 ദിവസം നോക്കിയിട്ട് അവിടെ ഓൺലൈൻ സൗകര്യമൊന്നുമില്ല. 5 ദിവസം വെള്ള പേപ്പറിൽ എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ ഇൻസിസ്റ്റ് ദാറ്റ് എ പ്രപ്പോസൽ ബി അക്സെപ്റ്റഡ് ഓൺ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. നിങ്ങൾ ഓൺലൈനിൽ തന്നെ അപേക്ഷിക്കണം കേട്ടോ എന്ന് പറയാം. നോട്ട് അതർവൈസ്. ഈഫ് ദ പ്രപ്പോസർ ഫെയിൽ ടു ഡു സോ ഈസ് ഡീംഡ് ടു ബി അക്സെപ്റ്റഡ്. ഇത് പണ്ടത്തെ റൂളാകട്ടോ. അങ്ങനെ ഓൺലൈനിൽ അപേക്ഷിക്കണമെന്ന് പറയുന്ന അപേക്ഷ ബൈ ഹാൻഡായിട്ട് എഴുതിക്കൊണ്ട് കൊടുത്താൽ ഓൺലൈനിൽ അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു തന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തതിന് തുല്യമാണെന്ന്. അത് 1872 റൂളാണ്. ഇപ്പോൾ ആ പരിപാടി ഇല്ല കേട്ടോ. കേട്ടു. ഓക്കെ. Acceptance must be made only by person to whom the offer is made, and if someone else tries to acceptance offer there is no contract with that person. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. PSC വിളിക്കുന്നു, PSC കോൾ ഫോർ ചെയ്യുന്നു, LLB-ക്കാർ മാത്രം അപേക്ഷിച്ചാൽ മതി. അപ്പോൾ LLB ഇല്ലാത്ത MA ഉള്ള ഒരാൾ, LLB-ക്കാളും വലിയ ഡിഗ്രിയാണല്ലോ MA എന്ന് പറഞ്ഞാൽ PG ആകും. PG ഉള്ള ഒരാൾ അപേക്ഷിച്ചു, അയാൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അയാളും PSC-യുമായിട്ട് ഒരു കോൺട്രാക്റ്റും ഇല്ല. Acceptance must be made only the person to whom the offer is made, and if someone else tries to accept offer there is no contract with such person. മനസ്സിലായോ? മനസ്സിലായി. ഇനി ബോൾട്ടൺ വേഴ്സസ് ജോൺസ് 1857 to HN 564. A sold his business to his manager without disclosing the fact to the customer. അപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പണ്ട് പാറക്കൂറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാറക്കൂറിൽ ആവശ്യം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. അച്ഛന് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റിയില്ല, അമ്മയ്ക്ക് സുഖമില്ലാതെ എറണാകുളത്ത് വന്നു. അച്ഛൻ പാറക്കൂറ് മാനേജരെ ഏൽപ്പിച്ചു. ആരോട് പറഞ്ഞില്ല? കസ്റ്റമേഴ്സിനോട് പറഞ്ഞില്ല. ഓൺ ദ afternoon of the day on which the sale was carried, though the customer Jones, who had a running account, sent the order to some goods addressed to the vendor of the business by name. The new owner of the business executed the order without disclosing the business to the changed hand. It was held that the business could not be recovered. The price, as there was no substituting contract.
എന്തുവാ പറഞ്ഞത്? അവിടെ മാനേജറെ ഇരുത്തി, പക്ഷേ പഴയ അക്കൗണ്ടിൽ തന്നെ ക്യാഷ് ചെയ്തു. പാറ കൊണ്ടുപോയി പഴയ അക്കൗണ്ടിൽ തന്നെ ക്യാഷ് ചെയ്താൽ പുതിയ മാനേജർക്ക് ആ പൈസ എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? പുതിയ മാനേജർ പറഞ്ഞില്ല, ഓണർഷിപ്പ് മാറി, അക്കൗണ്ട് മാറി, അതുകൊണ്ട് ആ അക്കൗണ്ടിൽ പൈസ എടുത്ത് ഈ അക്കൗണ്ടിൽ പൈസ ഒന്നും ആര് പറഞ്ഞില്ല? പുതിയ മാനേജർ ഓണർ പറഞ്ഞു. ആൻ അക്സെപ്ഷൻ ഷുഡ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. അക്സെപ്റ്റൻസ് എന്തായിരിക്കണം? അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം. ആൻഡ് കറസ്പോണ്ട്സ് ടു ദ ടേംസ് ഓഫ് ദ ഓഫർ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ബൈ മീൻസ് ഓഫ് എക്സ്റ്റേണൽ ആക്ട് ഇൻഡിക്കേറ്റിംഗ് ദി മെൻ്റൽ അസെൻറ്റ്. അപ്പോൾ എക്സ്റ്റേണൽ ആക്ട് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ മെൻ്റൽ അസെൻറ്റ് കൊണ്ട് എന്ത് ചെയ്തിരിക്കണം? അക്സെപ്റ്റൻസ് അബ്സല്യൂട്ട് ആണെന്ന് പറയണം, മറ്റ് ഡിമാൻഡുകളൊന്നും ഇല്ലാതാണെന്ന് പറയണം, ഓഫർ അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കണം? സ്വീകരിച്ചിരിക്കണം. While the communication of acceptance needs to be conformed to any particular term of type unless prescribed in the offer, silence can never be considered as an acceptance. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരാൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ റിട്ടണായി എന്നെ അറിയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ റിട്ടണായി അറിയിച്ചാൽ മാത്രമേ അക്സെപ്റ്റൻസ് വാലിഡ് ആവൂ. അവിടെ സൈലൻസ് എന്തില്ല? അക്സെപ്റ്റൻസായി പരിഗണിക്കില്ല. വാല്യൂ ഇല്ല. വാല്യൂ ഇല്ല, അക്സെപ്റ്റൻസ് ഈസ് നോട്ട് വാല്യൂ. മനസ്സിലായല്ലോ? അടുത്ത് ഇൻ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി വേഴ്സസ് ഗൗരന്ന AR 1994 K കർണാടക 9. The appellant did not clear the doubt whether the Siddhappa had insurable interest in which the vehicle proposed on the insured before accepting the policy, and applicants were prevented from taking stand which is contrary to the proposal and acceptance once the policy had been accepted. The provisions of the Contract Act were against the insurer. നോക്കിക്കോ, ദ അപ്പലൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താഴെ കേസ് തോറ്റയാണ്. ദ അപ്പലൻ്റ് ഡിഡ് നോട്ട് ക്ലിയർ ദ ഡൗട്ട് വെയർ സിദ്ധപ്പ ഹാഡ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. സിദ്ധപ്പ എന്ന് പറയുന്ന ഒരാൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുവോ എന്നതിന് ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടില്ല. ഇൻ വിച്ച് ദ വെഹിക്കിൾ പ്രപ്പോസ് ടു ബി ഇൻഷുർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ പോളിസി. ഇൻഷുറൻസിന് നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഒരു പോളിസി എന്നാണ്. അപ്പോൾ ആ ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തു. ആൻഡ് ദ അപ്പലൻ്റ് വെയർ പ്രിവെൻറ്റഡ് ഫ്രം ടേക്കിംഗ് സ്റ്റാൻഡ് വിച്ച് ഈസ് കോൺട്രറി ടു പ്രപ്പോസൽ. പ്രപ്പോസൽ എന്താണോ ഉള്ളത്, ഇൻഷുറൻസ് കമ്പനി എന്ത് പ്രപ്പോസലാണോ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ആ പ്രപ്പോസലിനെതിരെയുള്ള സ്റ്റാൻഡാണ് സിദ്ധപ്പ സ്വീകരിച്ചത്. ആൻഡ് അക്സെപ്റ്റൻസ് വൺസ് പോളിസി ഹാഡ് ബീൻ അക്സെപ്റ്റഡ്. ആ ഒരു പ്രപ്പോസൽ ഇത് എതിരെ നിൽക്കുകയും ചെയ്തു, പോളിസി സ്വീകരിക്കുകയും ചെയ്തു. ദ പ്രൊവിഷൻസ് ഓഫ് കോൺട്രാക്ട് ആക്ട് വെയർ എഗൻസ്റ്റ് ദ ഇൻഷുറർ. അപ്പോൾ കോൺട്രാക്ട് ആക്ടിൽ പ്രകാരം ഇൻഷുററുടെ എന്തിന് എതിരാണ്? പോളിസിക്ക് എതിരാണ്. ദ പ്രൊവിഷൻസ് ഓഫ് കോൺട്രാക്ട് ആക്ട് വെയർ എഗൻസ്റ്റ് ദ ഇൻഷുറർ. മനസ്സിലായോ? മനസ്സിലായി. എല്ലാ ഇൻഷുറൻസ് കമ്പനിയും ഒരു സ്റ്റാൻഡേർഡ് ഫോം അടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഫോമിനകത്ത് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. വെട്ടും തിരുത്തൊന്നും പറ്റുക അല്ലേ? അതെ. ആൻ അക്സെപ്റ്റൻസ് വിത്ത് എ വേരിയേഷൻ ഈസ് നോ അക്സെപ്റ്റൻസ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അടിച്ചുകൊണ്ട് വരുന്ന ഫോമിൽ നമ്മൾ വെട്ടുകയാണ്. വെട്ടിയിട്ട് നമ്മൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി ചേർത്തിട്ട് ഒപ്പിട്ട് കൊടുത്താൽ നോ അക്സെപ്റ്റൻസ്, അക്സെപ്റ്റൻസ് ഇല്ല. ഇറ്റ് ഈസ് സിംപ്ലി എ കൗണ്ടർ പ്രപ്പോസൽ വിച്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ് ബൈ ദ ഒറിജിനൽ പ്രപ്പോസി ബിഫോർ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. ഹാജി മുഹമ്മദ് ഹാജി ജീവ വേഴ്സസ് സെംബറർ 1900 ബോംബെ. മനസ്സിലായോ അത്? ഇനി മോളൊന്ന് വായിച്ചേ കേൾക്കട്ടെ. Problem. Acceptance is to offer what a lighted match is to train of gunpowder. It produces something which cannot be recalled or undone. But the powder may have lain till it has become damp, or the man who has laid the train may remove it before the match is applied. Explain with illustrations
the principles sought to be expressed in the above passage. Section 2, Clause A of the Indian Contract Act defines as when one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of that other to such act or subsistence, he is said to make a proposal. Section 2, Clause B defines acceptance as when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. Section 7 of the Contract Act provides that in order to convert a proposal into a promise, the acceptance must be absolute and unqualified, be expressed in some usual and reasonable manner unless the proposal prescribes the manner in which it is to be accepted. If the proposal prescribes the manner in which is to be accepted and the acceptance is not made in such manner, the proposers may within a reasonable time after the acceptance is communicated to him insist that his proposal shall be accepted in the prescribed manner and not otherwise, but if he fails to do so, he accepts the acceptance. Section 8 further provides that performance of the conditions of a proposal or the acceptance of any consideration for a reciprocal promise which may be offered with a proposal is an acceptance for the proposal. In the words of Sir William Anson, an acceptance is to a proposal what a lighted match is to a train of gunpowder. It produces something which cannot be recalled or undone, but the powder may have lain till it become damp. Or the man who laid the train may remove it before the match is applied. So an offer may lapse for want of acceptance or be revoked before acceptance. Acceptance converts the offer into a promise and then it is too late to remove it. Thus, an offer once accepted explodes into a contract. The offeree, when he signifies acceptance, is called an acceptor. A valid acceptance comprises the following essential features. A. Acceptance must be communicated in some usual or reasonable manner. B. Acceptance should be made before the offer is revoked or rejected. C. Acceptance should be absolute and unqualified and correspond with the terms of the other. An acceptance is thus an expression of agreement to the terms of the offer by the offeree. It may be made in usual or reasonable manner unless the offer itself prescribes the manner in which the acceptance is to be indicated. If the offer says please via reply and a reply is sent by post, there is no compliance with the offer unless the offerer accepts it as such. Again, where an acceptance is to be indicated within a specified date, later acceptance will have no effect. C. No particular form of words or mode of expression is required for an acceptance. D. An acceptance may be signified in the case of unilateral contract by performance of the act called for. E. Where an acceptance had been communicated to the offerer but not in the manner prescribed, the proposer may, after a reasonable time, insist that the proposal be accepted in the prescribed manner and not otherwise. If the proposer fails to do so, he is deemed to be accept the acceptance. Acceptance must be made only by the person to whom the offer is made, and if someone else tries to accept the offer, there is no contract with such a person. In Bolton versus Jones, 1857, 2H and N 564, A sold his business to his manager without disclosing the fact to his customers. On the afternoon of the day on which the sale was carried through, a customer who had a running account sent an order for some goods addressed to the vendor of the business by name. The new owner of the business executed the order without disclosing that the business had changed hands. It was held that he could not recover the price as there was no subsisting contract. An acceptance should be absolute and unqualified and correspond to the term of the offer and must be expressed by means of an external act indicating the mental assent. While communication of acceptance need not conform to any particular term or type unless prescribed for in the offer, silence can never be construed as acceptance.
In Oriental Insurance Company Limited versus Governor Ayer 1994, Karnataka 29, the appellants did not clear the doubt whether Siddhappa has insurable interest in the vehicle proposed to be insured before accepting the policy, and the appellants were prevented from taking stand which is contrary to proposal and acceptance once the policy had been accepted. The provision of Contract Act were against the insurer. An acceptance with a variation is no acceptance. It is simply a counter proposal which must be accepted by the original promise before a contract is made. Haji Muhammad Haji Jiwa versus E. Spinner 24 Bombay 510. Yes, ready. ആം, ഓക്കെ, അടുത്ത കൊടുക്കട്ടെ. അടുത്തെടുക്ക സമയം കുഴപ്പമില്ല എടുത്തോ. എവിടെ വരെ എടുക്കാം? നമുക്ക് ഈ ഭാഗം കൂടെ എടുക്കാം, റിവോക്കേഷൻ ഓഫ് പ്രപ്പോസലും കൂടെ എടുക്കാം അല്ലേ. ആ എന്നിട്ട് നമുക്ക് പിന്നെന്തുവാ, കാറ്റലോഗ്സ് ആൻഡ് ഡിസ്പ്ലേസ് ഓഫ് ഗുഡ്സ് ഒക്കെ നമുക്ക് അടുത്ത നാളെ എടുക്കാം. ആ ഓക്കെ. റിവോക്കേഷൻ ഓഫ് പ്രപ്പോസൽ. പ്രപ്പോസൽ എങ്ങനെ റിവോക്ക് ചെയ്യാം? റിവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? പിൻവലിക്കുക. പിൻവലിക്കുക. അപ്പം ആദ്യം നമ്മൾ ഏത് സാധനം വായിച്ചു നോക്കിയാലും മലയാളത്തിൽ നമുക്ക് മനസ്സിലാവും, അർത്ഥം അറിയാവുന്ന പറ്റില്ല. ഇല്ലെങ്കിൽ അർത്ഥം ആദ്യം പഠിക്കണം. ഈ നിങ്ങൾക്ക് ഫാമിലി ലോയിൽ സബിണ്ട എന്ന് പറഞ്ഞൊരു വാക്കുണ്ടാവും. സബിണ്ട. ആ ഫാമിലി ലോയിൽ സബിണ്ട എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാകാത്ത ഒരാൾ ഫാമിലി ലോ എഴുതി ഒരിക്കലും ജയിക്കില്ല. അവസാനം ഈ പുള്ളി ഫാമിലി ലോ എടുത്ത് വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ എല്ലാം വേർഡ് മീനിങ് പഠിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ജയിച്ചത്. മനസ്സിലായോ? Section 5 of the Indian Contract Act says a proposal may be revoked. A proposal may be revoked, shall be അല്ല, വേണമെങ്കിൽ may be revoked. At any time before the communication of acceptance is complete as against a proposer but not afterwards. എന്തുവാ പറഞ്ഞേ? ഒരു പ്രപ്പോസൽ സെക്ഷൻ 5 പ്രകാരം റിവോക്ക് ചെയ്യാൻ എപ്പോൾ? at any time before the communication of itself acceptance complete as against a proposer. പ്രപ്പോസറെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ എത്തുന്നതു വരെ എന്ത് പിൻവലിക്കാം? പ്രപ്പോസൽ പിൻവലിക്കാം. അങ്ങനെ അപ്പോൾ അഞ്ജുഷയോട് ഒരു പ്രപ്പോസൽ ഒരാൾ പറയുന്നു. എന്ത് പറയുന്നു? അഞ്ജുഷയുടെ ബൈക്ക്, അല്ലെങ്കിൽ അയാളൊരു ബൈക്ക് വിൽക്കുന്നു. 50,000 രൂപയ്ക്ക് അഞ്ജുഷയ്ക്ക് തരാം. അഞ്ജുഷയ്ക്ക് ആയതുകൊണ്ട് 50,000 രൂപയ്ക്ക് തരാം. അപ്പോൾ അഞ്ജുഷ പറയുന്നു, ശരി, ഞാൻ 50,000 രൂപയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്ന് അയാളോട് പറയുന്നു. അല്ലെങ്കിൽ അയാളോട് കത്തിലയച്ചു കൊടുക്കുന്നു. കത്ത് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. കത്ത് കിട്ടുന്നത് വരെ റിവോക്ക് ചെയ്യാം. മനസ്സിലായോ? യെസ്. എ പ്രപ്പോസൽ മേ ബി റിവോക്ഡ് at any time before the communication of its acceptance is complete as against a proposer but not afterwards. An acceptance may be revoked at any time. Acceptance എന്ത് ചെയ്യാം? എപ്പോൾ വേണമെങ്കിലും റിവോക്ക് ചെയ്യാം. at any time before the communication of acceptance is complete as against the acceptor. An acceptance may be revoked. ഒരാൾ അക്സെപ്റ്റ് ചെയ്തു, അക്സെപ്റ്റ് വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. at any time before the communication of acceptance is complete as against acceptor. അക്സെപ്റ്ററെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതുവരെ അക്സെപ്റ്റൻസും റിവോക്ക് ചെയ്യാം. മനസ്സിലായോ? നോട്ട് ആഫ്റ്റർ വേർഡ്. അതിനുശേഷം എന്തെങ്കിലും മനസ്സിലായോ? പ്രപ്പോസൽ റിവോക്ക് ചെയ്യാം അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെ, അല്ലേ? അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യാം അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് വരെ. അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ റിവോക്ക് ചെയ്യാൻ പറ്റില്ല. പിടികിട്ടിയോ? രണ്ടും അക്സെപ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ ഇല്ലസ്ട്രേഷൻ. എ പ്രപ്പോസസ് ബൈ എ ലെറ്റർ സെൻഡ് ബൈ പോസ്റ്റ് ടു സെൻഡ് ഹിസ് ഹൗസ് ടു സെൽ ഹിസ് ഹൗസ്. ബി accept the proposal by letter sent by the post. A may be revoked his proposal at any time before or at the moment B post his letter of the acceptance but not afterwards. B post his letter എന്നാണ് പറഞ്ഞേക്കുന്നത്, കൈ കിട്ടണമെന്നല്ല.
ബി ലെറ്റർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിവോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ബി മേ റിവോക്ക് ദ അക്സെപ്റ്റൻസ് ഗീവ് അറ്റ് എനി ടൈം ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് മൊമെൻറ്റ് വെൻ ലെറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ റീച്ചസ് എ ബട്ട് നോട്ട് ആഫ്റ്റർ വേഴ്സ്. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറയുന്നു എ എന്ന് പറയുന്ന ഒരാൾ അഞ്ജുഷ, ബി എന്ന് പറയുന്ന ബാലപ്രസൻ. അഞ്ജുഷ ബാലപ്രസന് വസ്തു വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബാലപ്രസനം പറയുന്നു ശരി ഞാൻ എന്ത് ചെയ്യാം, വസ്തു വാങ്ങാം എന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ജുഷയ്ക്ക് പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. ഓക്കെ, നാളെ തരാം. അപ്പോൾ പക്ഷേ എനിക്കെപ്പോൾ പിന്മാറാം, എനിക്ക് കത്ത് കിട്ടുന്നത് വരെ എനിക്ക് പിന്മാറാം, കത്ത് കിട്ടിയാൽ പിന്മാറാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അഞ്ജുഷയാണ് വസ്തു വിൽക്കുന്നത്, ഞാൻ കത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഞ്ജുഷയ്ക്ക് പിന്മാറാൻ പറ്റില്ല. എനിക്കെപ്പോൾ പിന്മാറാം, അഞ്ജുഷയ്ക്ക് കത്ത് കിട്ടുന്നത് വരെ പിന്മാറാം, കത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്മാറാൻ പറ്റും. പിടികിട്ടിയാ? ഓക്കെ. വെൻ ആൻ ഓഫർ ഗീവ്സ് the offerer to an option of accept within a fixed period, it may be withdrawn even before the expiry of the period unless there is some consideration of keeping it open. അപ്പോൾ നമ്മൾ പറയുന്നു 12/8/2023 വരെ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് അപേക്ഷിക്കാം. അപ്പോൾ 12/8/2023 എപ്പോൾ വേണമെങ്കിലും ആ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായോ? വല്ലോ മനസ്സിലായോ? മനസ്സിലായി. ഏത് കേസിലാണ് പറഞ്ഞേ? എയർഫീൽഡ് ഷോക്കട്ട് വേഴ്സസ് മുത്തിയന്ന ചെട്ടി 1892. അടുത്ത് ഫർദർ സെക്ഷൻ 6 പ്രൊവൈഡ്. അതിനുശേഷം സെക്ഷൻ 6 പറയുന്നത് റിവോക്കേഷൻ ഹൗ മെയ്ഡ്, എങ്ങനെയാണ് ഒരു പ്രപ്പോസൽ റിവോക്ക് ചെയ്യേണ്ടത്. എ പ്രപ്പോസൽ ഈസ് റിവോക്ഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ ബൈ പ്രപ്പോസർ ടു അതർ പാർട്ടി. എന്ത് ചെയ്യണം? പ്രപ്പോസൽ റിവോക്ക് ചെയ്യണമെങ്കിൽ ആർക്കാണോ പ്രപ്പോസൽ വെച്ചേക്കുന്നത് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. The communication of notice is revocation by proposer to the other party. മറ്റു പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തിട്ട് വേണം എന്ത് റിവോക്ക് ചെയ്യാൻ, പ്രപ്പോസൽ റിവോക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ അഞ്ജുഷ എന്നോട് പറഞ്ഞു ഇത് ഇടുക്കിയിലെ വസ്തു വിൽക്കുവാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പൈസയ്ക്ക് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഓടി നടന്ന് ഞാൻ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ പറയുവാണ് വിൽക്കുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനെ വിൽക്കുന്നില്ലെങ്കിൽ മുമ്പേ നോട്ടീസ് തരണം അല്ലേ? അതെ, അതാണ് പറഞ്ഞേ. ബൈ കമ്മ്യൂണിക്കേഷൻ നോട്ടീസ് ടു റിവോക്കേഷൻ ബൈ പ്രപ്പോസൽ ടു ദ അതർ പാർട്ടി ബൈ ദ ലാപ്സ് ഓഫ് ടൈം. അടുത്തൊന്ന് പറയുന്നത് എന്താ? 6 മാസത്തിനകം സാറ് അഭിപ്രായം പറഞ്ഞ് വാങ്ങിയില്ലെങ്കിൽ ഞാൻ വേറെ കൊടുക്കും. ലാപ്സ് ഓഫ് ടൈം prescribed in such a proposal for acceptance, or if no time so prescribed by the lapse of reasonable time without communication of acceptance. ടൈം പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ റീസണബിൾ ടൈം എന്ന് പറഞ്ഞാൽ 90 days കേട്ടോ. അടുത്തത് ബൈ ദ ഫെയിലിയർ ഓഫ് അക്സെപ്റ്റൻസ് ഫുൾഫിൽ ദ കണ്ടീഷൻ ദ പ്രീസൻസ് ഓഫ് അക്സെപ്റ്റൻസ്. എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മൾ പറഞ്ഞ ഓൺലൈനിൽ അപേക്ഷിക്കണം, ഓൺലൈനിൽ അപേക്ഷിച്ചില്ല, അതുകൊണ്ട് എന്താണ്? റിവോക്കേഷനാണ്. ഓക്കെ. അടുത്ത് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് പ്രപ്പോസർ. ഇപ്പോൾ ഭൂമി വിൽക്കണമെന്ന് പറഞ്ഞ ആളങ്ങ് ചത്തുപോയി, അല്ലെങ്കിൽ അയാൾ വട്ടനായി. ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ പ്രപ്പോസർ ഈഫ് ദ ഫാക്ട് ഓഫ് ഹിസ് ഡെത്ത് ഓർ ഇൻസാനിറ്റി കംസ് ദ നോളജ് ഓഫ് ദി അക്സെപ്റ്റർ ബിഫോർ അക്സെപ്റ്റൻസ്. അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അയാൾ മരിച്ചു പോയെന്നോ അയാൾക്ക് വട്ടായി പോയെന്നോ ആരറിഞ്ഞു? അക്സെപ്റ്റർ അറിഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് പ്രപ്പോസൽ ആപ്സായി. മനസ്സിലായോ? മനസ്സിലായി. എത്ര കണ്ടീഷൻ ഉണ്ട്? 4 കണ്ടീഷൻ. ആദ്യം 4 കണ്ടീഷൻ ഉണ്ടെന്ന് പഠിക്കണം. പ്രപ്പോസൽ റിവോക്ക് ചെയ്യാൻ 4 കണ്ടീഷൻ ഉണ്ട്.
ആ 4 കണ്ടീഷൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോക്ക് സൂത്രവാക്യം എഴുതി പഠിക്കാമെങ്കിൽ അങ്ങനെ പഠിക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് അല്ലേ? രണ്ടാമത്തെ പറഞ്ഞ എന്തുവാ? ലാപ്സ് ഓഫ് ടൈം. മൂന്നാമത്തെ പറഞ്ഞ എന്തുവാ? ഫെയില്യുവർ ടു അക്സെപ്റ്റ് കണ്ടീഷൻ. നാലാമത് പറഞ്ഞ എന്താ? ഇൻസാനിറ്റി ഓർ ഡെത്ത് ഓഫ് പ്രപ്പോസൽ. ഓക്കെ, റെഡി? യെസ്. അടുത്ത് where turns to submitted by the tenders never opened is opening stood postponed, then the tenders cannot be said to have been accepted. ഇപ്പോൾ ഒരു പത്രത്തിൽ ടെൻഡർ വിളിച്ചപ്പം ഡേറ്റും സമയവും സ്ഥലവും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രകാരം ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ പോയി. The tenders have right to withdraw their offer or proposal. Asia Tuck Narmatic to DG Ministry of Road and Transport Highway, New Delhi, AR 2010. മനസ്സിലായോ അവസാനം വായിച്ചത്? യെസ്. ഇതിന് പ്രോബ്ലം വരുന്നതും കാറ്റലോഗ് ആൻഡ് ഡിസ്പ്ലേഡ് ഗുഡ് ഒന്നാണ്. അനൂൻമെൻറ്റ് ആൻഡ് ഹോൾഡ് ഓഫ് ഓപ്ഷൻ്റെ പ്രോബ്ലം ഒന്നാണ്. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആർട്ടിക്കിളിൻ്റെ പ്രോബ്ലം ഒന്നാണ്. ടെൻഡർ. ഈ 4 പ്രോബ്ലവും ഏതിൻ്റെ അടിയിലാണ് വരുന്നതാണ്? റിവോക്കേഷൻ ഓഫ് പ്രപ്പോസലിൻ്റെ അടിയിലാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ തക്കാലം നിർത്തിക്കളയാം അല്ലേ? നാളെ എപ്പോൾ വരും? നാളെ ചിലപ്പോഴേ എനിക്ക് ക്ലാസ് കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഫുൾ ടൈം അങ്ങ് എടുക്കാം. ഇരിക്കണം, ഒരു 5-6 മണിക്കൂറെങ്കിലും ഇരുന്നാലേ ഇത് തീർത്തു തരാൻ പറ്റും. പക്ഷേ എക്സാം ബാക്കി സബ്ജക്റ്റ് കൂടി പഠിക്കണ്ടേ സാർ? അതിൻ്റെ ടൈം നമ്മൾ കണ്ടെത്തിക്കോ. അതിനനുസരിച്ച് നമുക്ക് കുറച്ചധികം സമയം ഇരുന്നാൽ ഞാൻ ഇത് പെട്ടെന്ന് തീർത്തു തരാം. ഓക്കെ. താങ്ക് യു സാർ.